ഇരുട്ടിൽ ശ്വാസം അടക്കി പിടിച്ച കടലിന്റെ അടിത്തട്ടിലൂടെ നിശബ്ദമായി വന്ന ശത്രുക്കളുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ സ്വന്തം മൃത്യുഞ്ജയന്മാർ. അതെ, അമേരിക്കയുടെ വിഖ്യാതമായ നേവി സീൽസിനെ പോലും അമ്പരപ്പിക്കുന്ന കരുത്തും പോരാട്ട വീര്യവുമുള്ള നമ്മുടെ സ്വന്തം സൈനികർ. അവർ ആരാണെന്നറിയാമോ? അതെ, പാകിസ്ഥാൻ ഭീകരർ ഇവരെ പേടിയോടെ വിളിക്കുന്നതാ ദാദിവാല ഫൗജ്, അതായത് താടിക്കാരൻ പട്ടാളം എന്നാണ്. എന്നാൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഇവരെ വിളിക്കുന്നത് മഗർമച്ച് അഥവാ കടലിലെ മുതലകൾ എന്നാണ്. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അവരെ കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളിൽ ഒന്നായ ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും അപകടകാരികളായ മാർക്കോസ് കമാൻഡോകളെ കുറിച്ച്. ഇവരുടെ മുദ്രാവാക്യം അത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ദ ഫ്യൂ, ദ ഫിയർലെസ്. അതെ, അൽപർ, നിർഭയർ. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ സൈനിക കഥയല്ല, മറിച്ച് ഓരോ ഇന്ത്യക്കാരന്റെയും സിരകളിൽ ആവേശം നിറയ്ക്കുന്ന വൻ ദുരന്തം വിതയ്ക്കാൻ വരുന്ന ശത്രുക്കളുടെ പേടി സ്വപ്നമായ ചില അദൃശ്യ പോരാളികളുടെ കഥയാണ്. ആരാണ് ശരിക്കും ഈ മാർക്കോസ്? എന്തുകൊണ്ടാണ് ലോകം ഇവരെ ഇത്രത്തോളം ഭയക്കുന്നത്? ഇവരുടെ പരിശീലനം മനുഷ്യ സാധ്യമായതിലും അപ്പുറമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരു ഭാരതീയനാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ നിങ്ങൾ കാണണം. കാരണം നിങ്ങൾ കേൾക്കാൻ പോകുന്ന സത്യങ്ങൾ അത് നിങ്ങളെ അമ്പരപ്പിക്കും. അതേസമയം തന്നെ നിങ്ങൾക്കറിയാമോ, അത് നമ്മൾ ഇന്ത്യക്കാർ കേൾക്കാൻ ആഗ്രഹിച്ച കഥയാണ്, കേൾക്കേണ്ട കഥയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാർക്കോസിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 1987-ലാണ്. കടലിലും കരയിലും ആകാശത്തും ഒരേ സമയം ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഇന്ത്യക്ക് അത്യാവശ്യമായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയുടെ വിശാലമായ തീരദേശ മേഖലകൾക്ക് കനത്ത സുരക്ഷ ആവശ്യമായി വന്ന ആ ഘട്ടത്തിൽ. അങ്ങനെ തുടക്കത്തിൽ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ സംഘം പിന്നീട് മറൈൻ കമാൻഡോ ഫോഴ്സ് അഥവാ മാർക്കോസ് ആയി മാറുകയായിരുന്നു. രൂപീകരിക്കപ്പെട്ട അധികം വൈകാതെ തന്നെ ശ്രീലങ്കയിലെ LTTE ഭീകരർക്കെതിരെ നടന്ന ഓപ്പറേഷൻ പവൻ, മാലിദ്വീപിലെ അട്ടിമറി ശ്രമം തടഞ്ഞ ഓപ്പറേഷൻ കാക്ടസ് എന്നിവയിൽ തങ്ങളുടെ അസാമാന്യമായ യുദ്ധ വൈദഗ്ധ്യം മാർക്കോസ് തെളിയിച്ചു. അതെ, അവിടെ നിന്നാണ് ഈ കടൽ മുതലകളുടെ അജയ്യമായ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും മാർക്കോസ് കമാൻഡോ ആകാൻ സാധിക്കുമോ? നിങ്ങൾ കരുതുന്നത് പോലെ സിമ്പിൾ അല്ല കാര്യങ്ങൾ. അതെ, വെറുതെ അങ്ങ് ആർക്കും ഒരു മാർക്കോസ് കമാൻഡോ ആകാൻ സാധ്യമല്ല. ഇവരുടെ ട്രെയിനിങ് അത് കേട്ടാൽ തന്നെ ശത്രു രാജ്യങ്ങൾ ഞെട്ടിവിറയ്ക്കുന്നതാണ്. കാരണം ഇന്ത്യൻ നാവികസേനയിലെ തന്നെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ നിന്നാണ് മാർക്കോസിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് തന്നെ. എന്നാൽ ആയിരക്കണക്കിന് നാവികർ അപേക്ഷിക്കുന്നതിൽ 80% പേരും ആദ്യത്തെ 3 ദിവസത്തെ ഫിസിക്കൽ ടെസ്റ്റിൽ തന്നെ തോറ്റു പിന്മാറും. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. അവിടെ പിടിച്ചു നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് നേരിടേണ്ടി വരുന്നത് ദ ഹെൽ വീക്ക് എന്ന നരകതുല്യമായ ഒരാഴ്ചയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ കരുത്തിന്റെ അവസാനത്തെ തുള്ളിയും ഊറ്റിയെടുക്കുന്ന പരീക്ഷണമാണ്. തുടർച്ചയായ 5 ദിവസങ്ങളിൽ ഈ സൈനികർക്ക് ആകെ ലഭിക്കുന്ന ഉറക്കം എത്രയാണെന്നറിയാമോ? വെറും 4 മണിക്കൂർ താഴെ മാത്രം. ഉറക്കമില്ലാതെ 25 to 30 കിലോയിലധികം ഭാരമുള്ള ബാഗും ചുമന്ന് സ്വന്തം തോക്കും പിടിച്ച് തുടർച്ചയായി കിലോമീറ്ററുകൾ ഓടണം. കഴുത്തറ്റം ചെളിയിലും ഐസ് പോലെയുള്ള തണുത്ത വെള്ളത്തിലും മണിക്കൂറുകളോളം നിൽക്കണം. തുടയെല്ലുകൾ പൊട്ടുന്ന വേദനയിലും അവർക്ക് വിശ്രമമില്ല. പറഞ്ഞു വന്നത്, വലിയ തന്ത്രങ്ങളും കെണികളും നിറഞ്ഞ ഡെത്ത് ക്രൗൾ എന്നറിയപ്പെടുന്ന അതീവ അപകടകരമായ കടമ്പകൾ അവർക്ക് താണ്ടണമെന്നാണ്. എന്നാൽ ഇത് ശാരീരികമായ പരീക്ഷണം മാത്രമാണോ? അല്ല, ഇതൊരു സൈനികനെ മാനസികമായി തകർത്തുകൊണ്ടുള്ള ട്രെയിനിങ് കൂടിയാണ്. ഇങ്ങനെ പറയാൻ കാരണം ഇതോടെ ഉറക്കമില്ലായ്മയും കടുത്ത വിശപ്പും വേദനയും, അതായത് ഒരു മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിൽ പോലും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് അവർ വ്യതിചലിക്കാതെ വെടിയുതിർക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന പരിശീലനമാണ്. സ്കൈ ഡൈവിംഗിൽ പ്രത്യേകിച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോ ഓപ്പണിംഗ് ആൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹൈ ഓപ്പണിംഗ് ജമ്പുകളിൽ അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. ഇതുകൊണ്ട് എന്താ ഗുണമെന്നറിയാമോ? ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ അവർക്ക് ആകാശത്തു നിന്ന് പറന്നിറങ്ങാൻ സാധിക്കുന്നുവെന്നതാണ് ഇതിന്റെ ഗുണം. അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ ശ്വാസം വിടുമ്പോൾ കുമിളകൾ പുറത്തു വരാത്ത ക്ലോസ്ഡ് സർക്യൂട്ട് ഡൈവിംഗ് സ്യൂട്ടുകൾ ധരിച്ച് കിലോമീറ്ററുകളോളം നീന്താൻ ഇവർക്ക് കഴിയും.
ഈ നരകം മുഴുവൻ കടന്ന് ഏകദേശം 2.5 വർഷം നീളുന്ന പരിശീലനത്തിന് ശേഷം അവസാനത്തെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ബാക്കിയാകുന്നത് എത്ര പേരാണെന്നറിയോ? അപേക്ഷിച്ചവരിൽ വെറും ഒരൊറ്റ ശതമാനം പേർ മാത്രമായിരിക്കും. അങ്ങനെയുള്ള ആ 1-2% മാത്രം വരുന്ന അതിമാനുഷ്യരെയാണ് നമ്മൾ മാർക്കോസ് എന്ന് വിളിക്കുന്നത്. ശത്രുക്കളെ നേരിടാൻ ഇവരുടെ പക്കലുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളാണ്. ഇസ്രയേൽ നിർമ്മിതമായ ടാബോർ അസൾട്ട് റൈഫിളുകൾ, അമേരിക്കൻ നിർമ്മിതമായ M4 കാർബിനുകൾ, അത്യാധുനിക ഹൈക്ലർ ആൻഡ് കോച്ച് സബ്മെഷീൻ ഗണ്ണുകൾ, സ്നൈപ്പർ റൈഫിളുകൾ തുടങ്ങി ജലത്തിനടിയിൽ വെടിതീർക്കാൻ കഴിയുന്ന പ്രത്യേകതരം പിസ്റ്റളുകൾ വരെ മാർക്കോസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കയ്യിൽ ആയുധങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇസ്രയേലി ആയോധന കലയായ ക്രാവ് മാഗ ഉപയോഗിച്ച് ശത്രുക്കളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ അവർക്ക് പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഭാരതീയർക്ക് അഭിമാനം തരുന്ന, നമ്മുടെ രോമം എണീറ്റ് നിൽക്കുന്ന പോലുള്ള സംഭവങ്ങളാണ്. അതെ, പരിശീലനം കഴിഞ്ഞാൽ ഇവർ നേരെ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? അതിനിർണായകമായ യുദ്ധമുഖങ്ങളിലേക്ക്. നിങ്ങൾക്കറിയാമോ, കശ്മീരിലെ ബുളാർ തടാകത്തിൽ വെച്ച പാകിസ്ഥാൻ തീവ്രവാദികളെ അവർ ഒളിഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് വേട്ടയാടിയ ചരിത്രമാണ് മാർക്കോസിനുള്ളത്. കൊടും തണുപ്പുള്ള ആ തടാകത്തിൽ ഒളിച്ചിരുന്ന ഭീകരരുടെ ആയുധക്കടത്ത് അവർ തകർത്തെറിഞ്ഞു. ഓപ്പറേഷൻ സമയത്ത് പ്രദേശവാസികളുമായി ഇടകലരാൻ അവർ താടി വളർത്താറുണ്ട്. അവരുടെ ഈ വേഷവും ഭയപ്പെടുത്തുന്ന പോരാട്ടവും കണ്ടാണ് തീവ്രവാദികൾ അവരെ ദാദിവാല ഫൗജ് എന്ന് വിളിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ 2008 മുംബൈ ഭീകരാക്രമണ സമയത്ത് ഇന്ത്യൻ കമാൻഡോകൾ എത്തുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗം ആളുകളെ കൊന്നെടുക്കാം എന്നതായിരുന്നു ഭീകരരുടെ പ്ലാൻ. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഡൽഹിയിൽ നിന്നും NSG ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോകൾ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മുംബൈയിൽ ഉണ്ടായിരുന്ന മാർക്കോസ് കമാൻഡോകൾ മിന്നൽ വേഗത്തിൽ താജ് ഹോട്ടലിലേക്ക് ഇരച്ചു കയറി. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന ആ നീക്കത്തിലൂടെ തീയും പുകയും നിറഞ്ഞ ആ വലിയ ഹോട്ടലിനുള്ളിൽ അവർ അതിവേഗം നിലയുറപ്പിച്ചു. 100 കണക്കിന് ആളുകളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. അന്ന് മാർക്കോസ് അവിടെ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ മുംബൈയിൽ മരിച്ചു വീഴുന്ന അവരുടെ എണ്ണം ഇനിയും എത്രയോ ഇരട്ടിയായേനെ. അടുത്തിടെ നമ്മൾ വാർത്തകളിൽ നിരന്തരം കേൾക്കുന്നതാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ വിളയാട്ടത്തെക്കുറിച്ച്. ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും വൻകിട രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾ റാഞ്ചാൻ കൊള്ളക്കാർ ശ്രമിച്ചപ്പോൾ അവരെ നേരിടാൻ ഇന്ത്യൻ നാവികസേന അയച്ചത് ഈ കടലിലെ മുതലകളെയായിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്നും കയർ വഴി കപ്പലിലേക്ക് ഊർന്നിറങ്ങി കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ കൊള്ളക്കാരെ അവർ കീഴ്പ്പെടുത്തി. ഇന്ത്യക്കാരെയും വിദേശികളെയും അവർ യാതൊരു പരിക്കുമില്ലാതെ രക്ഷപ്പെടുത്തി. ഇന്ത്യൻ മാർക്കോസിനെ കണ്ടാൽ സൊമാലിയൻ കൊള്ളക്കാർ തോക്കും താഴെ വിട്ട് കൈകൂപ്പുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. തങ്ങളുടെ ജീവൻ പണയം വെച്ച് ഏതു പ്രതികൂല സാഹചര്യത്തിലും ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ളവരാണ് നമ്മുടെ മാർക്കോസ് കമാൻഡോകൾ. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? അത് ഇവർ തങ്ങളുടെ മുഖമോ പേരോ ഒരിക്കലും പുറത്തു കാണിക്കില്ല എന്നതാണ്. ഇവർ ആരാണെന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ചിലപ്പോൾ പൂർണ്ണമായും അറിവുണ്ടാവില്ല. എപ്പോഴും മുഖം മൂടി ധരിച്ച് രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന ഇവർക്ക് തങ്ങളുടെ ഐഡന്റിറ്റി തികച്ചും രഹസ്യമായി വെക്കേണ്ടതുണ്ട്. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നിനും നിൽക്കാതെ ക്യാമറ കണ്ണുകളിൽ നിന്ന് എപ്പോഴും അകന്നു നിന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി രാപ്പകലില്ലാതെ കാവൽ നിൽക്കുന്ന യഥാർത്ഥ ഹീറോകളാണിവർ. അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ കരുത്ത് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കാൻ കാരണം ഇത്തരം ധീരന്മാരായ സൈനികർ നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ്. ശത്രുക്കൾ എത്ര വലിയ കെണികൾ ഒരുക്കിയാലും കടലിന്റെ അടിത്തട്ടിൽ നിന്നായാലും ആകാശത്ത് നിന്നായാലും മാർക്കോസ് വന്നിരിക്കും, അവരെ വേട്ടയാടിയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിർത്തുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: ലോകത്തെ ഏറ്റവും മികച്ചവരായ ഈ മാർക്കോസ് കമാൻഡോകളുടെ കഠിനമായ പരിശീലന രീതികളെക്കുറിച്ചും അവരുടെ ധീരമായ ഓപ്പറേഷനുകളെ കുറിച്ചും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഭാവിയിൽ ഇന്ത്യക്ക് നേരെ വരുന്ന ഏതു വലിയ ഭീഷണിയെയും ശത്രുക്കളെയും നേരിടാൻ നമ്മുടെ ഈ മഗർമച്ചുകൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായില്ലേ? ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ കരുത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം നമ്മുടെ സൈനികർക്കായി സ്നേഹത്തോടെ ഒരു ജയ് ഹിന്ദ് കൂടി നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.